സിജു, ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ വീണ്ടും ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള അധികൃതർ അടക്കം അവിടെ ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധന നടത്തുകയായിരുന്നു. അവരും നിർത്തിവെച്ചിട്ടുണ്ടോ നിലവിലെ പരിശോധന? ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 6 മണിയോട് അടുക്കുന്നു. സ്വാഭാവികമായും 5:30 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. നമുക്ക് ഇവിടെ ലഭിച്ച വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കൂടുതൽ അടുത്തു നിന്ന് കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് വാഹനത്തിൻ്റെതാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ ആ വ്യക്തതയില്ല. ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഭാഗമാണ്. ഏതായാലും അത്ര ചെറിയ വാഹനമല്ല, അല്പം വലിയ വാഹനം തന്നെയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷിരൂരിൽ കാണാതായ അർജുൻ്റെ വാഹനത്തിനായുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തിരച്ചിൽ നിലവിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈശ്വർ മാൽപ്പെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. നാളെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യം തന്നെയാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞു വയ്ക്കുകയുണ്ടായതും. ഇന്ന് 2 ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒന്ന് ഒരു ലോറിയുടെ ടയർ ഭാഗം, 2 ടയറുകളായിരുന്നു. എന്നാൽ അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു. നിലവിൽ കണ്ടെത്തിയ ഭാഗവും തങ്ങളുടെ അർജുൻ്റെ ലോറിയുടേതല്ല എന്നാണ് മനാഫ് സ്ഥിരീകരിച്ചത്. ഈ അർജുൻ്റെ ലോറിയുടെ മുൻഭാഗമല്ല ഇപ്പോൾ കണ്ടെത്തിയത്, സ്റ്റിയറിംഗിൻ്റെ ഭാഗം ഇതല്ല എന്നുള്ള സ്ഥിരീകരണമാണ് മനാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ തുടരും. തൽക്കാലം ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്.